തിരുവനന്തപുരം മരുതൂർക്കടവിൽ വെള്ളക്കെട്ടിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച സംഭവം അന്വേഷിക്കുമെന്ന് മേയർ വി രാജേഷ്. മഴയത്ത് ടാറിങ്ങും കോൺക്രീറ്റും പാടില്ല എന്നാണ് നിർദ്ദേശം. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർപേഴ്സണോട് സംഭവം അന്വേഷിക്കുമെന്നും വി രാജേഷ്. ഒരു കാരണവശാലും മഴയത്ത് ടാറിങ്ങും കോൺക്രീറ്റും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെയർപേഴ്സണോട് അന്വേഷിക്കാം. ടാറാണോ കോൺക്രീറ്റാണ്? ടാറാണോ കോൺക്രീറ്റാണ്? കോൺക്രീറ്റാണ്. നോക്കാം അന്വേഷിക്കാം നോക്കാം. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ വാർത്ത നമ്മളൊക്കെ പുറത്തേക്ക് വിടുന്നത് എന്നുള്ളതാണ്. ഈ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ്. അത്തരത്തിൽ മഴ പെയ്യുന്നു, അതിൻ്റെ ഇടയിൽ കോൺക്രീറ്റ് നടപടികൾ. എന്തായാലും വലിയ അനാസ്ഥ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ ഏത് രീതിയിലാണ് കോർപ്പറേഷന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ മേയർ പറയുന്നത്? സ്വാതി പറഞ്ഞതുപോലെ തന്നെയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാലടി വാർഡിൽ മരുതൂർക്കടവ് ജംഗ്ഷന് സമീപം 100 മീറ്റർ റോഡ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് നിലനിൽക്കെ കോൺക്രീറ്റ് ചെയ്ത് പൂർത്തിയാക്കിയത്. ഈ സമയത്ത് നമ്മളവിടെ ചെല്ലുകയും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വാർഡ് കൗൺസിലറോടും അതിനോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റ് നിർമ്മാണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന എഞ്ചിനീയറോടും സംസാരിച്ചിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എഞ്ചിനീയറോട് സംസാരിക്കണമെന്നായിരുന്നു വാർഡ് കൗൺസിലറുടെ മറുപടി. അതേസമയം എഞ്ചിനീയർ പറഞ്ഞത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പരമാവധി നടപടികൾ സ്വീകരിച്ചു. അതിനോടൊപ്പം തന്നെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വെള്ളം സാവധാനം പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു വിചിത്ര വിശദീകരണമായിരുന്നു എഞ്ചിനീയറുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ന്യൂസ് മലയാളം ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ മേയർ വി രാജേഷിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഈ വിഷയം അന്വേഷിക്കാമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മഴയത്ത് കോൺക്രീറ്റും അതിനോടൊപ്പം തന്നെ ടാറിംഗ് ജോലികളും ചെയ്യരുത് എന്നുള്ള കർശന നിർദ്ദേശം ഇതിനോടകം തന്നെ എല്ലാവർക്കും നൽകിയിട്ടുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എങ്ങനെയാണ് ഇത്തരമൊരു നടപടി വാർഡ് കൗൺസിലറുടെയും അതിനോടൊപ്പം തന്നെ എഞ്ചിനീയറുടെയും ഭാഗത്തു നിന്നുണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് മേയർ ഇപ്പോൾ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളടക്കം മേയറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ ഈ കാലടി വാർഡിൻ്റെ കൗൺസിലർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർപേഴ്സണായിട്ടുള്ള മഞ്ജു GS ആണ്. അദ്ദേഹത്തോട് തന്നെ ഈ വിഷയം അന്വേഷിക്കും, അല്ലെങ്കിൽ അവരോട് തന്നെ ഈ വിഷയം അന്വേഷിക്കും എന്നുള്ളൊരു നിർദ്ദേശമാണ് മേയർ നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് മറുപടിയാണ് ഈ ചെയർപേഴ്സൺ നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമം അല്ലെങ്കിൽ തെറ്റായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ള വാഗ്ദാനം മേയറുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. സ്വാതി. ശരി ഹാൻസ്.